സംസ്ഥാനത്ത് പാചകവാതകം കിട്ടാതെ വന്നതോടെ വിറകിന് തീ പിടിച്ച വിലയാണ്. ഒരു ടണ്ണിന് ഇന്നത്തെ വില 5500 രൂപയാണ്. ഇന്നലെ 4500 രൂപയുണ്ടായിരുന്ന വിറകിന് വില കൂടുകയാണ്. വിറകിന്റെ ലഭ്യതക്കുറവ് വിലവർദ്ധനവിന് കാരണമാകുന്നുണ്ട്. കാണാം, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിറകിനും തീവില. ഒരു കാലത്ത് നാട്ടിൽ ഒരു വിലയുമില്ലായിരുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആശാനില്ലേ, ആശാൻ നാട്ടിലെ VIP ആണ്. കാരണം എന്താണെന്നല്ലേ, കഥ കേൾക്കാം. ഒരു കാലത്ത് ആർക്കും വേണ്ടാതിരുന്ന വിറകിന് ഇപ്പോൾ തീ വിലയാണ്. പ്രധാനമായും 3 രീതിയിലുള്ള വിറകുകളാണ് വിൽപ്പനയ്ക്കുള്ളത്. പുളിമര വിറക്, റബ്ബർ, മഹാഗണി എന്നിവയാണ് പ്രധാനമായും വിൽക്കുന്നത്. ഇതിൽ പൊതുവെ വില കൂടിയത് റബ്ബറിന്. മുമ്പ് 4000 ഉണ്ടായിരുന്ന വില 5000 മുതൽ 6000 വരെയായി ഇപ്പോൾ. റബ്ബറാകുമ്പോൾ ഒരു 5000 മുകളിൽ വരും. ഇപ്പം കുറച്ചൊരു ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതിനോട് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിരുന്നു. അതിലും വിറക് വരുന്നുണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടി ഒരു ടൈറ്റ് വരും എന്നുള്ളതാണ് പൊതുവെ മാർക്കറ്റിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ആവശ്യക്കാർ ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഹോട്ടലുകാരൊക്കെ ഗ്യാസിൻ്റെ അടുപ്പുള്ളത് ഇപ്പം നിന്നല്ലോ. അപ്പം ഗ്യാസ് കിട്ടാത്തതിനോണ്ട് എല്ലാവരും വിറകിൻ്റെ അടുപ്പ് പുതിയത് ഉണ്ടാക്കിയിട്ട് പുതിയ ഇതിലേക്ക് വരികയാണ്. വിലക്കുറവുള്ള പ്ലാവ്, ആഞ്ഞിലി, മാവ് എന്നിവയ്ക്ക് 2000 മുതൽ 2500 രൂപ വരെ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് 3000 രൂപ വരെയായി ഉയർന്നു. ആവശ്യക്കാരേറിയതോടെ വിറകിന്റെ ചില്ലറ വിൽപ്പനയിലും വിലയേറി. ടണ്ണിന് 4500 രൂപ വില വരുന്നുണ്ട്. അതിന് മേലോട്ട് കൂടുതൽ വരുന്നുണ്ട്. ഓർഡർ കൂടുതലുണ്ട്. ഗ്യാസിൻ്റെ ടൈറ്റിനുണ്ട് ഇങ്ങനെ വില കൂടുതലായിട്ട്. ഹോട്ടലുകൾ, ഹലുവ ഉണ്ടാക്കുന്ന, പിന്നെ ബേക്കറികൾ ഒക്കെ ഇപ്പം വീട്ടാവശ്യത്തിന് വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ വരും. ഹോട്ടലുകാരും തട്ടുകടക്കാരും ഗ്യാസിലേക്ക് തിരിഞ്ഞതോടെ വളരെ കുറച്ച് വീട്ടുകാർ മാത്രമാണ് വിറക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ തട്ടുകടക്കാരും വിറക് വാങ്ങാനെത്തുന്നു. ഇതിനിടെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ ഉപയോഗിക്കാതെ കിടന്ന കൊതുമ്പ്, മടൽ, തൊണ്ട് തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറിയിട്ടുണ്ട്. ഇതുപോലെ ചകിരി, ചിരട്ട, വിറക്, പിന്നെ ബില്ല് വിറക് എല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ക്ഷാമത്തിലേക്കാണ് പോകുന്നത്. വില എല്ലാം വലിയ ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 1000 റുപ്യൻ്റെ മാറ്റം വരുന്നുണ്ട് ടണ്ണിൻ്റെ മുകളിൽ. ചിരട്ടായാലും ചകിരി ആയാലും വിറകായാലും. എന്തായാലും മുമ്പാർക്കും ഒരു വിലയില്ലാതെ പോയിരുന്ന വിറക് ഇപ്പോൾ രാജാവിനെ പോലെ പോവുകയാണ് അടുക്കളയിലേക്ക്. മുൻകാലങ്ങളിൽ ഹോട്ടലുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ വിറക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് മാറി ഇപ്പോൾ വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ വിറക് ഉപയോഗിക്കാൻ തുടങ്ങി. ഏതായാലും ആളൊരു VIP ആയി മാറിക്കഴിഞ്ഞു. VIP ആയ ആളിന് മുന്നിൽ നിന്നും അഭിലാഷിനും അനൂപിനുമൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.